بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഖസസ് 20 മുതൽ 23 വരെ 20, 21, 22, 23 ഇത്രയും ആയത്തുകൾ നാം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. പാരായണ നിയമങ്ങൾ. أعوذ بالله من الشيطان الرجيم. وجاء رجل من أقصى المدينة يسعى. وجاء رجل അവിടെ ദീർഘാക്ഷരത്തിന് 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിന് ദീർഘം നൽകൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ്. വജാഅ മുത്തസിൽ എന്നാൽ ചേർന്ന് വന്നത്. കാരണം ഹലിഫ് ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ ചേർന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പേര് നൽകിയത്. വജാഅ റജുലുൻ. റജുലുൻ എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്. റജുലുൻ, റജുലുൻ എന്നായി പറഞ്ഞു. പലർക്കും തെറ്റ് പറ്റും. അവിടെ റജുലുൻ എന്ന് ജീമിന്റെ വമ്മ ക്ലിയർ ആവാതെ ഉച്ചരിക്കും. അത് സൂക്ഷിക്കേണ്ടതാണ്. റജുലുൻ മിൻ, തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇത് ഹംബിഗുന്ന കാമിൽ. മിൻ അഖ്സ, മിൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹൽക്കിന്റെ അക്ഷരമായ ഹംസ ഉള്ളതുകൊണ്ട് ഖാഫിന് ഖൽഖല സൂറ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. ഖാഫും സ്വാദും ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാണ്. തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഉച്ചരിക്കണം. മിൻ അഖ്സ ചേർത്തോതുമ്പോൾ അഖ്സ എന്നതിലെ അലിഫ് ഉച്ചരിക്കപ്പെടുകയില്ല. ഇൽതിഖാഉ സാക്കിനയിന് വേണ്ടി അതിനെ കളഞ്ഞുകൊണ്ട് മിൻ അഖ്സൽ മദീനതി യസ്ആ, മിൻ അഖ്സൽ മദീനതി യസ്ആ. യസ്ആ ഖാല യാ മൂസ. ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കണം. ഖാഫ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്. അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം നിലനിർത്തണം. ഖാല ഖാല യാ മൂസ ഇന്നൽ മല. യാ മൂസ എന്നതിലെ അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫ് മഖ്സൂർ എന്നാണ് അലിഫിന് പറയുക. യാ മൂസ, ഈ അലിഫിന് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ദീർഘാക്ഷരം ഒരു പദത്തിന്റെ അന്ത്യത്തിലും ഹംസ അടുത്ത പദത്തിന്റെ ആരംഭത്തിലും വരലാണ് മുൻഫസിൽ ഉണ്ടാവാനുള്ള കാരണം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. അപ്പോൾ യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക്. ഇന്ന നൂൻ മുശദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അൽ മലഅ യഅ്തമിറൂന, ഹംസകളൊക്കെ ക്ലിയർ ആക്കി ഉച്ചരിക്കണം. ഇന്ന അൽ മലഅ യഅ്തമിറൂന, ഷിദ്ദത്തിന്റെ അക്ഷരമാണല്ലോ ഹംസ. ഇന്നൽ മലഅ യഅ്തമിറൂന, യഅ്തമിറൂന റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. يأتمرون بك ليقتلوك فاخرج. ലിയഖ്തുലൂക, വീണ്ടും ഖാഫ് സാക്കിനത്തായ ഖാഫ് വന്നു. ഖൽഖല സൂറ നൽകി ഖാഫിന്റെ ശബ്ദം ചലിപ്പിക്കുക. ഖാഫിന്റെ തഫ്ഖീമും കൊടുക്കണം. ലിയഖ്തുലൂക, യഖ്തുലു എന്ന് നയിപ്പരുത്. യഖ്തുലൂക, ഖാഫിന് മാത്രമേ തഫ്ഖീമുള്ളൂ, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വേണ്ട. ലിയഖ്തുലൂക ഫഖ്റുജ്. ഇതിൽ ഖാഇന് തഫ്ഖീമുണ്ട്.
ഇസ്തിഅലാന്റെ അക്ഷരമാണ്. റാഇന് തഫ്ഖീം കൊടുക്കണം, റാഇന് ദമ്മ ഉള്ളതുകൊണ്ട്. ഫഖ്റുജ് ജീമിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖൽഖല കുബ്ര ആയിരിക്കും. ഫഖ്റുജ് ഇന്നി ലക നൂൻ മുശദ്ദദ മണിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്നി ലക മിനൻ നാസിഹീൻ, അവിടെയും നൂൻ മുശദ്ദദ വീണ്ടും വരുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അന്നാസിഹീൻ സ്വാദിന് കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ അക്ഷരമാണ്, തഫ്ഖീം വേണം. കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകപ്പെടുക, കാരണം മക്സൂറത്താണ് സ്വാദ്. മിനൻ നാസിഹീൻ. അപ്പോൾ എണ്ണപ്പെട്ട തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഒഴിച്ചാൽ എല്ലാ അക്ഷരത്തിലും തർഖീഖാണ്. ഇസ്തിഫാലിന്റെ ഹർഫുകൾ അതങ്ങനെ തന്നെ ഉച്ചരിക്കുക. ഫഖറജ ഫഖറജ ഈ പദത്തിൽ തന്നെ നോക്കൂ. ഖാഇന് തഫ്ഖീം, റാഇന് തഫ്ഖീം. ഖാ ഇസ്തിഅലാന്റെ അക്ഷരം, റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട സന്ദർഭം മഫ്തൂഹത്തായതുകൊണ്ട്. എന്നാൽ ഫാഇനും അന്ത്യത്തിലെ ജീമിനും ഒന്നും തഫ്ഖീമില്ല, എല്ലാം ഇസ്തിഫാലിൻ്റെത്. നേർപ്പിച്ചുകൊണ്ട് തർഖീഖ് ചെയ്ത് ഉച്ചരിക്കണം. فخرج فخرج منها ساكنة نون ششم ها إظهار حلقي മണിക്കാതെ വെളിവാക്കുക. منها خائفا يترقب. خائفا ഈ പദത്തിൽ ദീർഘാക്ഷരമായ അലിഫിന്റെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ്. ഖാഇന് തഫ്ഖീം കൊടുക്കണം ഇസ്തിഅലാന്റെ അക്ഷരമായതുകൊണ്ട്. അതിന്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിർത്തണം. അപ്പോൾ ഖാ എന്ന് ഉച്ചരിക്കുക. ഖായിഫൻ യതറഖബ് തൻവീൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന നാഖിസ്, അതാണ് നിയമം. അപ്പോൾ തൻവീനിനെ ഖായിഫൻ ഫൻ എന്ന തൻവീനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. നാഖിസായ ഇദ്ഗാമാണ്, പൂർണ്ണമായ ഇദ്ഗാമല്ല, ഭാഗികമായ. ഖായിഫൻ അങ്ങനെ ഉച്ചരിക്കുക. ഫൻ യതറഖബ് യതറഖബ്. റാഇനും ഖാഫിനും തഫ്ഖീമുണ്ട്. ഖാഫ് മുശദ്ദദത്താണ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ്, ഖവിയായ ഹർഫാണ്. റാഇന് തഫ്ഖീം കൊടുക്കുക. യതറഖബ് യതറഖബ്. ഖൽഖല കുബ്ര നൽകി ബായിൽ വഖഫ് ചെയ്യുക. സുക്കൂൻ വ്യക്തമാക്കി ഹറക്കത്ത് പോലെ കേൾപ്പിക്കണം. യതറഖബ് ചേർത്ത് ഓതുമ്പോൾ സുക്കൂനല്ല, യതറഖബു ഖാല എന്നാണ് ചേർത്ത് ഓതുന്നത്. ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം. ഖാല റബ്ബി റാഇനും തഫ്ഖീം തടിപ്പിച്ചുച്ചരിക്കുക. ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. നജ്ജിനി മിനൽ ഖൗമി അദ്ദാലിമീൻ ഖാഫിന് മാത്രമാണ്. അതുപോലെ അദ്ദാലിമീൻ എന്ന് പറയുമ്പോൾ ളാഇനും അതിന്റെ അലിഫിനും തഫ്ഖീം കൊടുക്കണം. എല്ലാ ഹർഫും വ്യക്തമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അല്ലാ അല്ലാ എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവുമാണ്. നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗം എന്നാ പറയാ. ബത്തുനുഷ് തൊറഫിന്റെ മുകൾ ഭാഗത്ത് അവിടെ നാവിന്റെ ഈ അഗ്രത്തിൽ നിന്ന് ഉച്ചരിക്കുന്ന എന്ന് ഉച്ചരിക്കുക. മീനൽ ഖൗമി ളാലിമീൻ. വലമ്മ മീം മുശദ്ദദ മണിച്ച് കൊണ്ട് ഉച്ചരിക്കുക, ശ്രദ്ധ നൽകപ്പെട്ട മീമിന്. തവജ്ജഹ എല്ലാ ഹർഫും ക്ലിയറായി ഉച്ചരിക്കുക. ഇസ്തിഫാലിൻ്റെതാണ്, തർത്തീഖാണ്. തവജ്ജഹ വാവ് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. തവജ്ജഹ തിൽഖാഅ മദിയന. തിൽഖാഅ ഈ പദത്തിൽ ഖാഫിനെ അതുപോലെ അലിഫിനെ ഇവ രണ്ടിനെയും തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ചുച്ചരിക്കുക. അതോടൊപ്പം അലിഫിന് മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകി നിർബന്ധമായും 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കണം. തിൽഖാഅ മദിയന.
ഈ പദത്തിൽ മദിയന ദാലിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കുക. മദിയന ഖാല അസാ റബ്ബി. ഖാല ഖാല എന്നതിൽ ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. തടിപ്പിച്ച് ഉച്ചരിക്കുക. റബ്ബി എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. യാഇന് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. റബ്ബി റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരുന്നില്ല. അസ അസ പറയുന്നു. അസ റബ്ബി റബ്ബി അൻ യഹ്ദിയനി അൻ യഹ്ദിയനി. സക്കിനത്തായ നൂൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് ഐ എന്ന് പറയുക. ഐ യഹ്ദിയനി സവാഅസ് സബീൽ. സവാഅ ഇതിലുള്ള അലിഫിന്റെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. സവാഅസ് സബീൽ. വലമ്മ വീണ്ടും വരുന്നു. ആ പദം മീമിന് ശബ്ദ ഉള്ളതുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വലമ്മ മീം മുശദ്ദദ. വറാദ വറാദ റാഇന് മാത്രം തഫ്ഖീം. വലമ്മ വറാദ മാഅ മദിയൻ. മാഅ ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിന് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദിയന ദാലിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. വജദ അലൈഹി വജദ. അപ്പോൾ വലമ്മ വറദ മാഅ മദിയന വജദ അലൈഹി وجد عليه أمة من الناس. അല്ലേ, മീമുകൾക്ക് ശബ്ദ വരുന്നു, നൂനിനും ശബ്ദ വരുന്നുണ്ട്. എല്ലാം മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഉമ്മത്തൻ ആ തൻവീൻ അതിനുശേഷം മീമാണ്. ഇത് ഗംബിഗുന്ന കാമിൽ നൽകി പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് തൻവീനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അപ്പോൾ ഉമ്മത്തൻ മിനന്നാസി യസ്ഖൂൻ. ഖാഫിന് തഫ്ഖീം നിസ്ബി കൊടുക്കുക. ആനുപാതികമായി അതിന് കൊടുക്കേണ്ടതായ തഫ്ഖീം കൊടുത്തുകൊണ്ട് തടിപ്പിച്ച് ഖാഫിനെ ഉച്ചരിക്കുക. യസ് യസ്ഖൂൻ യസ്ഖൂന വവജദ വവജദ മിൻ ദൂനിഹിം ഇംറഅതൈൻ. മിൻ എന്നതിലെ സാക്കിനത്താനോൻ ശേഷം ദാല് വന്നതുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മിൻ ദൂനിഹിം ഇംറഅതൈൻ. മിൻ ദൂനിഹിം എന്ന സാക്കിനത്തായ മീമിന്റെ സുക്കൂൻ ദമ്മ ആക്കി മാറ്റി, ദമ്മ കൊടുത്തു മാറ്റി. കാരണം ശേഷവും സുക്കൂൻ വരുന്നതുകൊണ്ട് ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ അവിടെ ഹറക്കത്ത് കൊടുത്ത് ഉച്ചരിക്കുകയാണ്. മിൻ ദൂനിഹിം ഇംറഅതൈനി. ഇംറഅതൈനി എന്നതിലെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. റാഇന് തഫ്ഖീം കൊടുക്കണം. ഇംറഅതൈനി തഫ്ഖീമുള്ള റാ വ്യക്തമാക്കി. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്. ഇംറഅതൈനി തദൂദാൻ. തദൂദാൻ ദാല് വ്യക്തമാക്കി ഉച്ചരിക്കുക മഖ്റജിൽ നിന്ന്. ഖാല മാ ഖത്ബുകുമാ. ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. മാ ഖത്ബുകുമാ വ്യത്യാസമാണ് അലിഫുകൾ തമ്മിലുള്ള. ഖാല എന്ന് പറയുമ്പോൾ അലിഫ് തഫ്ഖീമാണ്, മുഫഖമാണ്. മാ എന്ന് പറയുമ്പോൾ അലിഫ് മുറഖഖാണ്, മീം ഇസ്തിഫാലിന്റെ അക്ഷരമായതുകൊണ്ട്. ഖാല മാ ഖത്ബുകുമാ. ത്വാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. ഖാഇനും ത്വാഇനും തഫ്ഖീമും കൊടുക്കണം. ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാണ്. മാ ഖത്ബുകുമാ.
വീണ്ടും ഖാലത ഖാഫിനും അലിഫിനും തഫ്ഖീം ലാ നസ്ഖി ലാ നസ്ഖി ഖാഫിന് കസ്റ ഉള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ലാ നസ്ഖി ഹത്താ യൂസ് സ്വാദിന് തഫ്ഖീം യുസ്ദിറ ദാലിന് തഫ്ഖീം വരരുത്, സൂക്ഷിക്കേണ്ട പദമാണത്. സ്വാദിനും തഫ്ഖീമാണ്, ശേഷം ദാല് തർക്കീഖ്, ശേഷം റാ തഫ്ഖീം. അങ്ങനെ ആ പദം ഉച്ചരിക്കുമ്പോൾ ദാല് ഒരു ദ്വാദ് പോലെ പലർക്കും തെറ്റിപ്പോവും, യുസ്ദിറ എന്ന് ആയിപ്പോവും. അങ്ങനെയല്ല, യുസ്ദിറ ചെറിയൊരു ശ്രദ്ധയും പരിശീലനവും ആവശ്യമായ പദമാണ്. യുസ്ദിറ റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. الرعاء എന്ന് പറയുമ്പോൾ റാഇന് കസ്റ ഉള്ളതുകൊണ്ട് തർഖീഖാണ്. അവിടെ വഖഫ് ചെയ്യാം. മദ് മുത്തസിൽ വാജിബാണ്. അലിഫിന് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമാണ്. وأبونا شيخ كبير. ഷെയ്ഖുൻ എന്നതിൽ ഖാഇന് തഫ്ഖീമാണ്. തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം, ശേഷം കാഫ് വന്നതുണ്ട്. ഇഖ്ഫാ ഹഖീഖി നൽകി ഷെയ്ഖുൻ കബീർ. റാഇന് തർഖീഖ് കൊടുത്ത് അവസാനിപ്പിക്കുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وجاء رجل من أقصى المدينة يسعى قال يا موسى إن الملأ يأتمرون بك ليقتلوك فاخرج إني لك من الناصحين. فخرج منها خائفا يترقب قال رب نجني من القوم الظالمين. ولما توجه تلقاء مدين قال عسى ربي أن يهديني سواء السبيل. ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء